വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ടേസ്റ്റി ബ്രെഡ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. വേണേൽ നമുക്കൊരു ബ്രെഡ് കട്ട്ലറ്റ് എന്നൊക്കെ പറയാം. ബ്രെഡും അതേപോലെ തന്നെ മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്ക് എളുപ്പത്തിൽ ആക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചായൻ്റെ ഒപ്പം നല്ലൊരു കട്ടൻ ചായൻ്റെ ഒക്കെ ഒപ്പം അടിപൊളിയായിട്ട് കൂട്ടാൻ പറ്റുന്നൊരു ടേസ്റ്റി യമ്മി സ്നാക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം കമൻസിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൂപ്പർ യമ്മി ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 6 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 എണ്ണം ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒറ്റ തക്കാളി, നല്ല പഴുത്തൊരു തക്കാളി, പഴുത്തിട്ടില്ലെങ്കിൽ ഇടുകയും വേണ്ട കേട്ടോ. നല്ല പഴുത്ത ഒരു ഈ സൈസിലുള്ള ഒറ്റ തക്കാളി, അത് 6 പൊട്ടാറ്റോയ്ക്ക് നമ്മൾ ഒറ്റ തക്കാളി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ടായി പോയതാണ്. 2 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 4 വിസിൽ കൂക്കിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് പൊട്ടാറ്റോ മാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും നല്ല കുക്ക് ചെയ്തെടുക്കണം. അതവിടെ കുക്കായി വരുമ്പോഴത്തേനും നമുക്ക് ബാക്കി 2-3 കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എഗ്ഗിൽ ഇങ്ങനെ മുക്കിയിട്ട് ക്രംസിന് വേണ്ടിയിട്ട് ഞാൻ റസ്ക്കാണ് എടുക്കുന്നത് കേട്ടോ. റസ്കിൻ്റെ ക്രംസാണ് എടുക്കുന്നത്. ബ്രെഡിൻ്റെ ക്രംസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം എഫക്റ്റീവായിട്ട് തോന്നാറുള്ളത് എപ്പോഴും റസ്കിൻ്റെ ക്രംസാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിത് അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ളൊരു ജാറിക്ക് റസ്ക് ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 6 റസ്കോളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞ് ക്രംസ് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ജാറ് കഴുകിയിട്ടൊന്നുമില്ല, അതിലേക്ക് തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അത് സ്പൂൺ വെച്ച് ചെയ്യാം, പക്ഷേ എനിക്ക് ഒന്നുകൂടി എപ്പോഴും എഫക്റ്റീവായിട്ട് തോന്നാറില്ല മിക്സിയിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കുറേ മുട്ട കുടിക്കാണ്ട് നമുക്ക് നല്ല കുറച്ചും കൂടി കുറേ എണ്ണം ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ മുട്ടയും അതുപോലെ തന്നെ റസ്കിൻ്റെ ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടും കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു വലിയ സവാളിൻ്റെ 1/2 സവാള എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കണം. ഏകദേശം ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് ബ്രെഡാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുള്ള വൈറ്റ് ബ്രെഡാണ്, മിൽക്കി വൈറ്റ് ബ്രെഡാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് അത് മൊത്തം ഞാൻ കുറച്ച് ചെറിയ പീസസ് ആക്കിയിട്ട് അതിലോട്ട് ഇടുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതിനൊക്കെ ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ആ ഒരു സൈസിൽ നമുക്കിതൊന്ന് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊട്ടാറ്റോയും ടൊമാറ്റോയും ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ 4 വിസിൽ കൂകിച്ചെടുത്ത ആ ഒരു മിക്സ്ചർ അത് നമുക്ക് ഇതിലോട്ട് അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് നല്ല ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ അനിയത്തിയാണ് സംഭവം ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ്. മസാലയായിട്ട് നമുക്കിതിലോട്ട് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടിയാണ് കേട്ടോ. ഇത്ര ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ഷേപ്പ് ആക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂണോളാണ് കേട്ടോ അപ്പോൾ ഉപ്പിട്ടായിരുന്നത്. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ഇത് എൻ്റെ അനിയത്തി നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഷേപ്പിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് ഷേപ്പ് ചെയ്യണം. നമ്മൾ പത്തിരിക്കൊക്കെ ഇങ്ങനെ ബോളാക്കിയിട്ട് ഇങ്ങനെ ചെയ്യില്ലേ, പത്തിരി ചപ്പാത്തിക്കൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ബോളാക്കി ഇടാം, കുഴപ്പമൊന്നുമില്ല. നമ്മളിതിന് മുമ്പ് ബോളൊക്കെ ആക്കിയിട്ട് ഒരു ബ്രെഡിൻ്റെ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കട്ട്ലറ്റിൻ്റെ പോലത്തെ ഒരു പരന്ന ഷേപ്പ് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അതേപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാച്ചായിട്ട് ചെയ്യാണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ക്രംസാക്കി കോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഞാൻ ഇതേപോലെ ഷേപ്പിലാക്കി ഒരു ബാച്ച് അങ്ങനെ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം എഗ്ഗിലിങ്ങനെ
മുക്കിയിട്ട് ക്രംസ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ബാച്ചിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു ബാച്ച് ചെയ്തിട്ട് അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അടുത്തത് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം എനിക്ക് 17 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മസാലക്കൂട്ട് വെച്ച് ചെയ്തിട്ട് 17 ഈ ഒരു സ്നാക്ക് ബ്രെഡ് കട്ട്ലറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ എപ്പോഴും ഇതിന് മുമ്പും ഇതേപോലത്തെ റെസിപ്പീസിൽ പറയാറുള്ളതാണ്, എല്ലാം നമ്മൾ ഒരു കൈവച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്രംസ് ആകെ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ ഒരുപാട് ക്രംസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേപോലെ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു 2 കൈ യൂസ് ചെയ്ത് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് എഗ്ഗിലിങ്ങനെ എഗ്ഗ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ക്രംസിലിടുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മളുടെ റെസിപ്പിയുടെ ഒന്നാമത്തെ സക്സസ് എന്ന് പറയുന്നത് ഈ ഷേപ്പിലേക്ക് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതേ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, ഷാലോ ഫ്രൈ ഒന്നും പോരാ. പിന്നെ രണ്ടാമത്തെ റെസിപ്പിയുടെ സക്സസ് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ വേവിച്ച് കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാവുള്ളൂ. എന്നിട്ട് ടൈം എടുത്ത് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഒന്ന് നന്നായിട്ട് കെയർ ചെയ്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്ലോ ആയിട്ട് വേവിച്ചെടുക്കാൻ നോക്കുക. നമുക്ക് ഏകദേശം ഒരു ഗോൾഡൻ ടു ബ്രൗൺ കളർ വരണം, ഉള്ളൊന്ന് വെന്ത് വരുന്ന രീതിയിൽ. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഫുൾ ബാച്ചുള്ളത് മൊത്തം ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്നാക്ക്. വളരെ ഈസി ആൻഡ് ടേസ്റ്റിയാണ്. നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അത്ര സമയം തന്നെ മതി നമുക്കിത് ഉണ്ടാക്കാൻ. ടൊമാറ്റോ സോസ് വെച്ചിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.